ബുൾഡോസർ നടപടിയേക്കാൾ ശക്തമായ നീക്കത്തിന് ബംഗാളിൽ സുവേന്ദു അധികാരി സർക്കാർ ഒരുങ്ങുന്നു. ഇനി പൊതുമുതൽ നശിപ്പിക്കുന്നവരുടെ 7 തലമുറയും പാപ്പരാകുമെന്നും മുഴുവൻ സ്വത്തും കണ്ടുകെട്ടിക്കൊണ്ട് വിൽക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ സുവേന്ദു അധികാരി നൽകിയിരിക്കുന്നത്. ബംഗാളിൽ അവിടെ പ്രശ്നക്കാരായ കൊടും ക്രിമിനലുകളെ എല്ലാം തന്നെ അവരുടെ നട്ടെല്ലൊടിച്ചുകൊണ്ട് തന്നെ അവരെയെല്ലാം നല്ല നടപ്പ് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നീക്കം നടക്കുന്നത്. മാത്രമല്ല, ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കാലത്ത് നടന്നിരുന്ന എല്ലാ തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും തുടച്ചു നീക്കാൻ ഈ നീക്കം പ്രയോജനപ്പെടുത്തുമെന്നതാണ് വിലയിരുത്തൽ. ഈ പുതിയ നിയമപ്രകാരം പൊതുമുതൽ അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് കേടുപാടുകൾ വരുത്തുന്ന കലാപകാരികളിൽ നിന്ന് കനത്ത സാമ്പത്തിക പിഴ ഈടാക്കും. 1972 പശ്ചിമ ബംഗാൾ പൊതു ക്രമസമാധാന പാലന നിയമമാണ് ഇതിനായി തന്നെ ബംഗാൾ സർക്കാർ പുനർപരിശോധിക്കാൻ പോകുന്നത്. പശ്ചിമ ബംഗാൾ പൊതുസുരക്ഷയും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ ബിൽ 2026 എന്ന പേരിലാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുക. ആധുനികവും സംഘടിതവുമായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഴയ നിയമം അപ്രാപ്യമാണ് എന്നതും സർക്കാർ വിശ്വസിക്കുന്നുണ്ട്. നിയമവാഴ്ച ബംഗാളിൽ നിലനിൽക്കുന്നു എന്നതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പുതിയ നിയമത്തിലെ ഏറ്റവും ഭയാനകമായ വശം നഷ്ടപരിഹാരം സംബന്ധിച്ച നിയമമാണ്. ഒരു കാലത്തിൽ സ്വകാര്യ സ്വത്ത് കേടുപാടുകൾ സംഭവിച്ചാൽ കുറ്റവാളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ട് വിറ്റുകൊണ്ട് നഷ്ടപരിഹാരത്തിന്റെ മുഴുവൻ ചിലവും ഈടാക്കും. നിയമം വളരെ കർശനമായത് കൊണ്ട് തന്നെ നഷ്ടപരിഹാര ചിലവ് കലാപകാരികളുടെ അടുത്ത് 7 തലമുറയുടെ ആ ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ അതിനൊരു അവരെ മുഴുവനായി തന്നെ ദരിദ്ര രീതിയിലേക്ക് അല്ലെങ്കിൽ നിരാലംബരാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കുറ്റവാളികളെ സാമ്പത്തികമായി തന്നെ പൂർണ്ണമായും നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു നടപടി കൂടിയാണിത്. അതേസമയം ഉത്തർപ്രദേശിലെ യോഗി മോഡലിനേക്കാൾ കർശനമായിട്ടുള്ള പുതിയ ബിൽ ഇവിടെ അവതരിപ്പിക്കും, അല്ലെങ്കിൽ ഇതിനെ അത്തരം ഒരു ബില്ലായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. വിചാരണ കൂടാതെ തന്നെ വ്യക്തികളെ തടങ്കലിൽ വെക്കുവാനും കുറ്റവാളികളെ അവിടെ ജില്ലയിൽ നിന്ന് നാട് കടത്തുവാനും ഇത് പോലീസ് അധികാരങ്ങൾ നൽകുന്നതാണ്. കൂടാതെ തന്നെ കലാപകാരികൾക്കും ഗുണ്ടകൾക്കും അഭയം നൽകുന്നവർക്ക് 2 വർഷത്തെ തടവ് ശിക്ഷയും നൽകും എന്നതാണ് വസ്തുത. മമതാ ബാനർജിക്ക് ഈ നീക്കം വലിയ തിരിച്ചടിയായേക്കാനും സാധ്യതയുണ്ട്. വർഷങ്ങളായി തന്നെ മമതയാകട്ടെ തീറ്റിപ്പോറ്റിയ ഗുണ്ടകളെ ഇനി അവിടെ വഴിയാധാരമാക്കുന്ന ഒരു വലിയൊരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുവേന്ദു അധികാരി ഈ ഒരു നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അതിനെ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് സ്വത്തുക്കളും മറ്റും എത്തണമെന്നും വോട്ടർ പട്ടിക നിറയ്ക്കാൻ മമത ബംഗാളിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് സുരക്ഷിത താവളം ഒരുക്കിയിരുന്നു. ഒരു കോളനി പോലും അവർക്ക് വേണ്ടി ഇവർ നിർമ്മിച്ചും തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവരെ വോട്ടർ പട്ടികയിൽ കുത്തി തിരികെ കയറ്റി വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രശ്നക്കാരായവരെ കണ്ടെത്തി അവിടെ അവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ കണ്ടുകെട്ടുമെന്ന ശക്തമായൊരു മുന്നറിയിപ്പ് ഇപ്പോൾ സുവേന്ദു സർക്കാർ ഇവിടെ കർശനമായ ഒരു മുന്നറിയിപ്പായി തന്നെ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.